ഈ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ക്യാഷ്ലെസ്സും കിട്ടില്ല, റീഇംബേഴ്സ്മെൻറ്റും കിട്ടില്ല. ഇൻഷുറൻസ് കമ്പനി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്ന ഹോസ്പിറ്റൽസ് ആണ് എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽ. പല കാരണങ്ങൾ കൊണ്ടും ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ഹോസ്പിറ്റലിനെ എക്സ്ക്ലൂഡഡ് ലിസ്റ്റിൽ പെടുത്താം. മെയിനായിട്ട് ഈ ഫ്രോഡിലൻറ്റ് ബില്ലിംഗ് കാണിക്കുന്ന ഹോസ്പിറ്റൽസിനെയാണ് ഇവർ ലിസ്റ്റിൽ പെടുത്താറുള്ളത്. ഒരുപാട് ഹോസ്പിറ്റൽസ് ഒന്നും ഈ ലിസ്റ്റിലില്ല. കേരളത്തിൽ തന്നെ വിരലിലെണ്ണാവുന്ന ഹോസ്പിറ്റൽസ് ഈ ലിസ്റ്റിലുള്ളൂ. പക്ഷെ അറിയാതെ എങ്ങാനും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ആ ബില്ല് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോയ ഹോസ്പിറ്റൽ എക്സ്ക്ലൂഡഡ് ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലാണ് എന്ന് അറിയുന്നത് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആകുമ്പോഴാണ്. അതിൻ്റെ കാരണം, നമ്മൾ പോയ ഹോസ്പിറ്റൽ ഒരിക്കലും നമ്മളോട് ഇങ്ങോട്ട് ഞങ്ങൾ എക്സ്ക്ലൂഡഡ് ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലാണ് എന്ന് പറയില്ല. അതുകൊണ്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നോക്കുന്നത് പോലെ തന്നെ ഈ എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റും കൂടി ഒന്ന് നോക്കി വെക്കണം. രണ്ട് രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഒന്ന്, എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അവരുടെ എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് മെയിലായിട്ടും മെസ്സേജായിട്ട് അയക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കാറില്ല എന്ന് മാത്രം. അങ്ങനെ വരുന്ന മെയിലും മെസ്സേജും നോക്കിയാൽ ഈ എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമുക്കറിയാൻ പറ്റും. രണ്ട്, നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്പിൽ നോക്കിയാൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും എക്സ്ക്ലൂഡഡ് ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്നും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എമർജൻസി അല്ലാത്ത എന്ത് ട്രീറ്റ്മെൻറ്റിന് പോയാലും ഈ ലിസ്റ്റും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. എമർജൻസി ഹോസ്പിറ്റലൈസേഷന് ഇതൊന്നും ബാധകമല്ല. അത് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആ ബില്ല് നമുക്ക് ക്ലെയിം ചെയ്യാം. എന്നാൽ എമർജൻസി അല്ലെങ്കിൽ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി എക്സ്ക്ലൂഡഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഹോസ്പിറ്റൽസിൽ പോകരുത്. ഞാൻ ഓംബുഡ്സ്മാൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ക്ലെയിം റിജക്റ്റ് ആയതിൻ്റെ കാരണം പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിൽ കുറച്ച് പേരുടെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള കാരണം ഈ എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽസിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ആ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നേരത്തെ തന്നെ ഈ ലിസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക.